അപ്പം നമ്മളേ പിന്നെ ഇമ്മാൻ്റെ അടുത്തേക്ക് കൂവ കളക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, കാട്ടത്തെ കൂവയല്ലേ അത്, കാട്ടുകൂവ. ഇതിന് പേരില്ല അപ്പോൾ കാട്ടുകൂവ കേട്ടോ. അപ്പോൾ അത് കളക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുഞ്ഞാണിയൊക്കെ ഇവിടെ കളക്കുന്നുണ്ട് കേട്ടോ നിലത്ത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കളച്ചിട്ട് ഇതിന്മേൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വരകിയാൽ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ കാട്ടുകൂവ കളക്കണത്. അങ്ങഞ്ചി മാതിരിയോ? അങ്ങനെ തന്നെ. ആ കമ്പിയിൽ എടുത്തിക്കണമെങ്കിൽ അടി കൂടെ കുത്തി പറിച്ചിക്കണമെങ്കിൽ എത്ര അത് കാണും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം കേട്ടോ. ഇത് കാട്ടിലെ കൂവയാണ്. പിന്നെ നമ്മളെ മറ്റ് സൈസ് കൂവയല്ല. അപ്പോൾ അത് കമ്പി കൊണ്ടൊക്കെയാണ് കുഞ്ഞാണിക്കാക്ക കൂവ കളക്കുന്നത്. അപ്പോൾ ഇത് കാട്ടത്തെ കൂവയാണ്. അപ്പോൾ ഈ കൂവക്കാണ് പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ളത്. എന്താ ഇപ്പോൾ 1 കിലോ കൂവപ്പൊടിക്ക് തന്നെ നല്ല വില ഉണ്ട്. അത് മതി നമുക്ക് പൊടിക്ക്. അതിൻ്റെ ചെറിയ വിത്തൊക്കെ ഉണ്ടേ ഒഴിവാക്കിക്കളുണ്ട്. എന്നാലോ ഇതിനൊക്കെ പൊടി കുറവേക്കാരല്ലേ ഉരുണ്ട വിത്തിനല്ലേ? ഇതൊക്കെ ഇങ്ങനത്തതൊക്കെ ഉണ്ട് ഒഴിവാക്കിക്കളുണ്ട്. ഏത് ചെറുതോ? ഈ ചെറുതൊക്കെ. ആ വലുതിനെ വിത്തുണ്ടാവുള്ളൂ. വലുതിനെ പൊടി ഉണ്ടാവുക. അല്ല അത് ഈ 2 ഇതും ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. അത് എത്ര പണിയെടുക്കണം അപ്പോൾ ആകണം. ഈ ചെറുതൊക്കെ ഇവിടെ തന്നെ ഇട്ടുള്ളൂ. അതന്നെ ഞങ്ങൾ പണിയെടുത്താൽ കൊയങ്ങൂലേ? ഈ വലുതിനാണ് നല്ല പൊടി ഉണ്ടാകുക അല്ലേ? ശരി. ഇതൊക്കെ വേരൊക്കെ കളഞ്ഞിട്ടേ ഞാൻ തിരുമ്പി വരട്ടെ. ഈ ചെറുതൊക്കെ പിന്നെ നടല്ലേ മണ്ണില്? വലുതൊക്കെ നോക്കിയെടുക്കല്ലേ? അരുക്കാണ് കുഴിച്ചിടണം. അത് ഇല്ല ഉണ്ടാക്കി നിങ്ങൾ ആദ്യം നമുക്കൊരുക്ക വരക്കാൻ പോരെ. പോലെ കിട്ടും. ഇതൊക്കെ ഇനി രണ്ടാമത് മുളച്ച് ആവട്ടെ. ഈ വലുതിലൊക്കെ നല്ലോണം പൊടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നാക്കിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം നന്നാക്കി വൃത്തിയിൽ ഇതിൻ്റെ പൊടി എങ്ങനെ എടുക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ കൂവ എന്ന് പറയുന്നത്. പിന്നെ കാട്ടുകൂവയാണ്. കാട്ടുകൂവ പറഞ്ഞാൽ ഇതിൻ്റെ പൊടിക്കൊക്കെ നമ്മൾ ആയുർവേദ കടയിൽ ചോദിച്ചാൽ ഈ പൊടിക്കൊക്കെ നല്ല വില കൊടുക്കണം. ഇതിൻ്റെ പൊടിക്ക് കിട്ടണമെങ്കിലും നല്ല പ്രയാസമാണ്. നല്ലോണം അധ്വാനിക്കണം. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല സാധനമാണ് ഇത്. നമുക്കിത് ഉണ്ടാക്കട്ടോ. അപ്പോൾ ഞാനിതാ കൂവൻ്റെ വേരും മണ്ണും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോല് ചെത്തണമെന്നൊന്നുമില്ല, തോലിൻ്റെ മണ്ണ് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അരക്കണം. നല്ലോണം ഫൈനായിട്ട് അരച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് പൊടി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അരക്കണീൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തിൽ ഇതാ ഇത്രയും വെള്ളം എടുത്ത് വെക്കണം. അത് പോരാ, പാത്രം നിറച്ച് വെള്ളം വേണം. ഈ തോർത്ത് ഒന്ന് മുങ്ങണ അത്രയും വെള്ളം വേണം കേട്ടോ. ഇതിലാണ് നമ്മൾ കൂവ അരച്ചിട്ടുള്ളത്. പൊടി ഇങ്ങനെ തട്ടി ഇതിലേക്ക് പൊടി ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ചുണ്ടുമ്മ ഒരു തേനീച്ച കുത്തിയതായിരുന്നു കേട്ടോ. വലിയൊരു പാടമൊക്കെ ഉണ്ടായിരുന്നു. തേനീച്ച കൂടിൻ്റെ അടുത്ത് പോയി എത്തിയമ്പാളി നോക്കിയപ്പോൾ വന്ന് കുത്തിയതാണ്. എന്താണെന്നറിയില്ല. 2 ദിവസം മുന്നേ കുട്ടികൾ വന്ന് കഴിയുമ്പോൾ തോണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ തോണ്ടാനെങ്ങാനും വന്നതാണ് വിചാരിച്ചിട്ടാവും തേനീച്ച നമ്മളെ കുത്തിയത് കേട്ടോ. ഏതായാലും നല്ല വീക്കവും കടച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും കുറച്ച് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എൻ്റെ മുഖം കണ്ടപ്പോൾ. മുഖച്ചായക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ തേനീച്ച കുത്തിയതുകൊണ്ട്. അപ്പോൾ ഇതാ ഈ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ സാധനം അതാ ഈ വെള്ളത്തേക്ക് ഇങ്ങനെ തോർത്തുമുണ്ടിൻ്റെ തല കണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിക്കണേ. എന്നിട്ട് ഇതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഞെരടി കൊടുത്തിട്ട് ഇതിൻ്റെ ചണ്ടി പിഴിഞ്ഞ് വലിച്ചെറിയുക. അങ്ങനെ ഇത്രയും കൂവ മുഴുവനും നമ്മൾ ഇങ്ങനെ അരച്ച് പിന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടോ.
നമ്മൾ നല്ലതുപോലെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ. ഈ കൂവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നാൾ ഇതിന് വില ചോദിച്ചു നോക്കുമ്പോൾ 1600 രൂപ എത്ര കിലോയ്ക്ക് ഈ കൂവയ്ക്ക്. ഇപ്പോൾ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളം ഊറിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് അടിയിൽ നമുക്ക് കൂവപ്പൊടി കിട്ടും. അങ്ങനെ നമ്മളിങ്ങനെ ചെയ്യണം. ഇത് ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ച് 2-3 കിലോ കൂവ ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചണ്ടിയാണ് കേട്ടോ, ഇത് കളയുക. അപ്പോൾ പൊടി ഫുള്ള് അടിയിലേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മുഴുവനും ഇങ്ങനെ അരച്ചിങ്ങനെ ചെയ്യണേ. എന്നിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തിയിട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചണ്ടി കളയുക. അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ടോ ചണ്ടി. ഈ ചണ്ടിയിൽ പൊടിയൊന്നുമില്ല, പൊടി മൊത്തം നമ്മളെ ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മൊത്തം ഇത് ഫുള്ള് അരച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യട്ടോ. എന്നിട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടോ കൂട്ടുകാരെ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി അങ്ങോട്ട് വെക്കുക. അപ്പോൾ എന്നിട്ട് രാവിലെ നമുക്കിത് ഊറ്റിക്കളയും കേട്ടോ. ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ നമുക്ക് അടിയിൽ പൊടി കിട്ടും. ആ പൊടി നമുക്ക് അങ്ങനെ എടുത്ത് വെള്ളത്തോടുക്കനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അതല്ലെങ്കിൽ ഉണക്കിയിട്ട് പൊടിച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, അതൊക്കെ അതിൻ്റെ ചണ്ടിയാണ്. ഇതിലുള്ള പൊടി മുഴുവനും നമുക്ക് കിട്ടിയിട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. അപ്പോൾ രാവിലെ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞു കേട്ടോ. ഞാൻ ഊറ്റിക്കളഞ്ഞപ്പോൾ കണ്ടോ നമുക്കുള്ള പൊടി ഫുള്ള് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബാക്കി വെള്ളം ഞാൻ കളഞ്ഞതാണ്. അപ്പോൾ കുറച്ച് പൊടി മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പൊടി കളയാതെ ഇനി എന്ത് ചെയ്യാം, അയ്യോ കുറച്ച് പൊടി പോയില്ലേ. ഇനി ഇതങ്ങോട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക. എന്നിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ച് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടപ്പോൾ കൈ കൊണ്ട് തന്നെ അത് പൊടിച്ച് കിട്ടും. എന്നിട്ട് നമുക്കൊരു ടിന്നിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഒരു ദിവസത്തെ വെയിൽ കണ്ട്, ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് ഉണങ്ങൂല. അപ്പോൾ ഞാനിത് മാന്തി പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നല്ല അട പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈസ് പൊടിയാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നമുക്ക് നോമ്പ് റമദാൻ മാസമൊക്കെ ഇത് ഓരോ സ്പൂണ് നമ്മുടെ തരിയിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ റാഗിയൊക്കെ കാച്ചി കുടിക്കുകയാണെങ്കിൽ അതിലൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മളെ മൂത്രച്ചൂടിനും ശരീരത്തിന് തണുപ്പുണ്ടാകാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യാന്നറിയാം, ഒരു പാത്രത്തിലാക്കിയിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒരു ദിവസം കൂടി ഉണക്കുക. എന്നിട്ട് പിന്നെ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് വരകി കഴിക്കുക, ഹലുവ പോലെ ആക്കി കഴിക്കുക, പായസം ഉണ്ടാക്കി കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യട്ടോ. അതുകൊണ്ട് ഒരുപാട് ഔഷധ ഗുണം ഉള്ളതാണ് കേട്ടോ ഈ കൂവ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടുന്നില്ല, 2-3 ദിവസം വെയിലത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് ഞാൻ കയ്യിലോണ്ട് കോരി ഒരു പ്ലേറ്റിക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല കട്ടയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു നനവുണ്ട്. ഇനിയും വെയിൽ കൊള്ളുമ്പോൾ ഇത് നല്ലോണം പൊടിഞ്ഞ് നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നൈസ് പൊടിയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ മിക്സിയിലിട്ടൊന്നുകൊണ്ട് അടിച്ചാൽ മതി, നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും. എന്നിട്ട് ടിന്നിലിട്ട് സൂക്ഷിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ കണ്ടില്ല നമ്മൾ എത്രങ്ങാനും അധ്വാനിച്ചോ, എന്നിട്ടാണ് നമുക്കൊരു ലേശം കൂവപ്പൊടി കിട്ടിയത് അല്ലേ. 3-3.5 കിലോൻ്റെ അടുത്ത് കൂവ പറിച്ചുകൊണ്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തിട്ട് കിട്ടിയ പൊടിയാണിത്. നല്ല വെള്ള കളർ കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടത് വരകിയാൽ. അപ്പോൾ ഞാനിതൊരു ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കൂവ വീഡിയോ എന്ന് പറയാൻ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ 2-3 പാത്രത്തിലാക്കിയിട്ട് നല്ലതുപോലെ ഉണക്കി ടിന്നിൽ സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് ഒരു ഔഷധമാണ് കേട്ടോ. ഔഷധം ഒന്നും തന്നെ പറയാം, അത്രയും നല്ലൊരു മരുന്നാണ് നമ്മുടെ മനുഷ്യന്മാർക്ക്, നമ്മുടെ ശരീരത്തിന് പറ്റിയതാണ് കേട്ടോ. ഇനി ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു സൈഡിൽ ഒരു ഇരുമ്പൻ പുളി ഉണ്ട്. ആ ഇരുമ്പൻ പുളിമൊന്ന് പുളി പറിച്ചിട്ട് നാളികേരവും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കട്ടോ. നിങ്ങളിങ്ങനെ ചമ്മന്തി അരച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ചമ്മന്തി. കഞ്ഞിക്കായാലും ചോറുക്കായാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുളി മൂത്ത് വരണേ ഉള്ളൂ. ഉള്ളിയിലും വെച്ച് കുറച്ച് മൂത്ത പുളി നോക്കിയിട്ട് ഞാൻ പറിച്ച് കഴുകിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലാണ് കേട്ടോ അരയ്ക്കാൻ പോണത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞാണിയാക്കാക്ക് ഇത് ചമ്മന്തി അരക്കണത് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാണിയാക്കാക്ക് കേട്ടോ. കുഞ്ഞാണിയാക്കാക്ക് ഇതിൻ്റെ ചമ്മന്തിയും കൂട്ടി കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂടുള്ള കഞ്ഞി കുഞ്ഞാണിയാക്കാക്ക് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ കുഞ്ഞാണിയാക്ക ചൂടുള്ള കഞ്ഞി കൊണ്ടാണ് പറയുന്നതോട്. അപ്പോൾ ഞാൻ അതിൽ വന്നിട്ട് 2-3-4 പറിച്ച് കൊണ്ടുപോവുകയാണ് ചമ്മന്തി അരക്കാൻ വേണ്ടി. ബാക്കിയുള്ളതൊക്കെ മൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത് ഞാൻ നല്ലോണം കഴുകി ഒന്ന് ചെറുതായിട്ട് നുറുക്കി. ആദ്യം പച്ചമുളകും കഴുകണം, പച്ചമുളക് ഇട്ടിട്ടാണ് അരക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ചുവന്ന മുളക് ഉപയോഗിക്കരുത്, പച്ചമുളക് ഉപയോഗിക്കാൻ
പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലതുപോലെ മിക്സീൻ്റെ ജാറിൽ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകും പുളിയും ഇനി കുറച്ച് നാളികേരവും പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ചമ്മന്തി ഒരൊറ്റ കട ചെല്ലിയാൽ തന്നെ ക്രെന്നും പറഞ്ഞിട്ട് നമ്മൾ ചമ്മന്തി റെഡിയാക്കി ഇട്ടിട്ടോ. ഇങ്ങനെ ചമ്മന്തി ആരും അരച്ചിട്ടില്ലെങ്കിൽ അരച്ച് നോക്കുകൊണ്ട് ഉപ്പും ഇടുക. അപ്പോൾ ഈ പുളി നല്ല പുളി ആയതുകൊണ്ട് അത്യാവശ്യം ഉപ്പ് തന്നെ വേണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മളെ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനൊക്കെ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി ഞാൻ സുർക്കയിലിട്ട് വെച്ച കുറച്ച് മുളകുണ്ട്, അത് ഉണക്കുകയാണ് കേട്ടോ. അത് ഞാൻ സുർക്കയിൽ നിന്ന് കുപ്പിയിൽ നിന്ന് ഒരു അരിപ്പിക്ക് മാറ്റിയിട്ട് ഉണക്കുകയാണ്. എന്നിട്ട് ഈ മുളക് നമുക്ക് പൊരിച്ചെടുത്താൽ ഇതുപോലെ തന്നെ ലേശം എരിവോടും പുളിയോടും കൂട്ടി കഞ്ഞിക്കും ചോറുക്കൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് ഉണക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറച്ച് മുളക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് പഴുത്ത് പോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നിച്ച് മൂത്ത് പഴുത്തു. അപ്പോൾ ഞാൻ സുർക്കയിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഉണക്കിയാൽ നമുക്ക് ഒരു റെസിപ്പി ആയിട്ട് ചോറിനൊക്കെ കൂട്ടട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.